ചായ കുടിക്കാനായിട്ട് വന്നിരുന്നത് ഈ മാധവ സാറാണ്. സാറുമായിട്ടൊരു അരമണിക്കൂർ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രഷനായിരുന്നു സാറിനെ കുറിച്ച്. കാരണം നമ്മളൊക്കെ സ്വാമി അരമണിക്കൂർ സാധനയാണ് ചെയ്യാൻ പറഞ്ഞത്, 21 ഓങ്കാരവും ഒരു സുപ്രഭാതവും അല്ലെങ്കിൽ അഷ്ടോത്തരം ഇത്രയൊക്കെ ഒരു 5 മണിക്കൂർ തുടങ്ങിയത് 6 മണിക്കൂർ തീരും. പക്ഷെ മാധവ സാറിൻ്റെ സാധന കേട്ടപ്പോൾ ഞാൻ അന്തപ്പെട്ടു. കാരണം 3:30 മണിക്ക് വെളുപ്പിന് തുടങ്ങിയ 9:30 മണി വരെ 80 വയസ്സ് അടുത്തെത്തിയ ഈ മനുഷ്യൻ സാധനം. നമുക്ക് ഇതിനേക്കാളും നല്ലൊരു മോഡൽ ആവശ്യമുണ്ട്. അതുപോലെ സ്വാമി പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്യാത്തത് വേറൊരാളോട് ചെയ്യാൻ പറയുന്നത്. അത് നമ്മുടെ സത്യസായി സേവാ സംഘടനയിൽ വളരെ കുറച്ച് പേരെ അനുസരിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ മാധവ സാർ. അദ്ദേഹം ചെയ്യാത്തതൊന്നും പറയാറില്ല. സ്വാമി പറഞ്ഞത് മൃദുവായും മധുരമായും സംസാരിക്കുക, ബാക്കിയുള്ളവർക്ക് മാതൃകയാവുക. അങ്ങനെ ഞാൻ സ്വാമിയോടൊരു കാര്യം ചോദിച്ചതേ ഉള്ളൂ, യൂത്തിന് എനിക്കൊരു ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണം, യൂത്തിനോട് ഇൻട്രാക്ട് ചെയ്യാം. സ്വാമി പ്രശാന്തി നിലയത്തിൽ വെച്ച് തന്നെ എനിക്ക് സാറിനെ പരിചയപ്പെടുത്തി. കളിപ്പറമ്പുകാരനാണ് അദ്ദേഹം. ഉച്ചയ്ക്ക് നിങ്ങളടുത്ത് സംസാരിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, നാമജപത്തെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഉച്ചരിച്ചാലല്ലേ അതിൻ്റെ ഫലം കിട്ടും. അത് നിങ്ങൾക്ക് തുടങ്ങി തരികയാണ് ഈ ഇത്രയും. അതും നാമജപത്തിന് ഏറ്റവും ഉചിതമായൊരു സ്ഥലം. എത്രയോ കാലമായിട്ട് കോടിക്കണക്കിന് നാമങ്ങൾ ഉച്ചരിച്ചിട്ടുള്ള ആനന്ദ ആശ്രമത്തിൽ ഭഗവാൻ തന്നെ ആളുടെ ആനന്ദ ആശ്രമത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. നമ്മളെ സ്വാമിയുടെ ബുക്കുകളൊക്കെ നോക്കുമ്പോൾ കാണാം. കാരണം കുറേ ഉത്തരങ്ങൾ നമുക്ക് കിട്ടിയേക്കും. ഇത് 1931 ആരംഭിച്ച ആശ്രമമാണ്. ഗുരുനാഥൻ പരംപൂജ്യ സ്വാമി രാമദാസ്, അതോടൊപ്പം തന്നെ ആദ്യത്തെ ശിഷ്യയായിരുന്ന പരംപൂജ്യ മാതാജി കൃഷ്ണാബായി, അവർ രണ്ടാളും ചേർന്നിട്ടാണ് ഇത് ആരംഭിച്ചത്. അമ്മ പപ്പ എന്നാ വിളിക്കുക ഗുരുദേവനെ. അപ്പം എല്ലാവർക്കും പപ്പയായി. ഇത് തുടങ്ങുമ്പോൾ ഗുരുദേവൻ പറയുകയുണ്ടായി, എല്ലാവരിലും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയതയെ അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. അതിന് നമ്മുടെ മുന്നിൽ വെച്ച മാർഗം നാമ സേവ ധ്യാനം. ഇസ്ലാം നാമസേവാ ധ്യാനം എന്ന ത്രിമുഖ പാഠം. ആദ്യ നാമം മാഷ് പറയണ്ടായി, പ്രായോഗിക ആധ്യാത്മികമാണ്. അതിൻ്റെ ഒരു കാൽവെപ്പാണ് നാമം. ഇത് നമ്മൾ ഉൾക്കൊള്ളണമല്ലോ, ഇവിടെ നാമം പറഞ്ഞുകൊണ്ട് മാത്രമാവില്ല. അപ്പം ആരുടെ നാമം അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പറയുക എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഉറവിടത്തിലേക്ക് ചെല്ലാൻ. എവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് എന്ന് ശ്രമിക്കുക. സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചാൽ എന്താ പറയുക? എവിടുന്നാ വന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എവിടുന്ന് വന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഈശ്വര. ഷീ ഈസ് ടെല്ലിംഗ് ഫ്രം ഈശ്വര. കേൾക്കുന്നില്ല? ഫ്രം ഈശ്വര. അതൊരു വലിയ കാര്യമല്ലേ? അത് നമ്മൾ അറിയില്ലല്ലോ. അത് ആരോ പറഞ്ഞത് കേട്ട് നമ്മൾ പറയില്ലേ? നമ്മുടെ ലെവലിൽ നിന്ന്, നമ്മുടെ ലെവലിൽ നിന്ന്, അമ്മയുടെ വായിട്ട്, അച്ഛനും അമ്മേൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അതാണ് ശരി. പക്ഷേ അച്ഛനും അമ്മയും നമ്മളെ മുന്നിലൊരു തെങ്ങ് കണ്ടല്ലോ. ആ തെങ്ങ് വന്നതൊരു വിത്ത് തേങ്ങയിൽ നിന്നും. ആ വിത്ത് തേങ്ങ വേറെ തെങ്ങുന്നല്ലേ? ആ തെങ്ങ് വന്ന് വേറൊരു വിത്ത് തേങ്ങയെന്നല്ലേ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാന്നല്ലാത്ത ആദ്യത്തെ വിത്ത് തേങ്ങ ഏതാണ് അറിയില്ല. ഞാനുണ്ടായത് എൻ്റെ അച്ഛനമ്മയ്ക്ക്, അവരുണ്ടായത് അവരുടെ അച്ഛനമ്മയ്ക്ക്, അവരുണ്ടായത് അവരുടെ അച്ഛനമ്മയ്ക്ക്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാന്നല്ലാതെ ഒരു 2, 3, 4 തലമുറകൾ കഴിഞ്ഞാൽ നമുക്ക് പിടുത്തം കിട്ടില്ല.
നമ്മളൊരു ഇംഗ്ലീഷിൽ ഒരു വാചകം വായിച്ചു, അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ട് ഡിക്ഷണറി പോകുന്നില്ലേ? അതുമാതിരി നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള ഡിക്ഷണറിയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. ഭഗവാൻ പറയണു ഭഗവത്ഗീതയിൽ, ഇവിടുന്ന് ആദ്യത്തെ ബീജം ചോദിക്കുമ്പോൾ ഞാനാണ് എല്ലാറ്റിൻ്റെയും ബീജം. അത് പറഞ്ഞാൽ ശരിയാണ്, ഈ അറിഞ്ഞുകൊണ്ട് പറയുന്നത്. ബീജം മാം സർവഭൂതാനാം എന്ന് ഭഗവത്ഗീതയെ പറയുന്നത്. എല്ലാവരുടെയും ബീജം. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിടുത്തമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഇക്വേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് തരുമ്പോൾ അത് എക്സ് എന്ന് പറഞ്ഞ് ഓർക്കുന്നില്ല. അവസാനമായ എക്സ് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നമ്മളും ഈ അജ്ഞാത ശക്തി ഭഗവാൻ അതിനെ ഇടുക. അവിടെ നിന്നാണ് എല്ലാവരും പുറപ്പെട്ടത്. ഏതുപോലെ നമ്മളൊരു നെല്ലെടുത്തിട്ട് പാടത്തിലിടുമ്പോൾ അത് ഞാറ് പൊട്ടി വന്ന ശേഷം നാട്ടിയെടുത്ത ശേഷം അതിൽ ധാരാളം കതിരുകൾ വരുന്നു അല്ലേ? ധാരാളം നെല്ല് വരും. ഒന്നിൽ നിന്ന് പുറപ്പെട്ട നെല്ല് അല്ലേ? അതിപ്പോൾ ഏത് പച്ചക്കറിയിലായാലും അങ്ങനെ തന്നെയല്ലേ? അതേമാതിരി തുടക്കത്തിൽ നിന്നും നമ്മളെല്ലാവരും പൊട്ടി പുറപ്പെട്ട് വന്നവരാണ്. സെൽഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ. അച്ഛനും അമ്മയും നിമിത്തമാണ്. ഒരു വിത്തെടുത്ത് ഇതിൻ്റെ മേലെ വെച്ചാൽ മുളയ്ക്കില്ല. അതിന് അനുസൃതമായ ഒരു സാഹചര്യം കൊടുത്താലേ ആ വിത്ത് മുളയ്ക്കുള്ളൂ. അതുപോലെ ഓരോരോ സ്പീഷീസിനും വർഗത്തിനും ഈ സർവേശ്വരൻ എന്ന് പറയുന്ന ശക്തി നിയമം വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളെ പോലത്തെ മനുഷ്യനും ജന്തുവും പ്രാണിയും പറവകൾക്കൊക്കെ ആണും പെണ്ണും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉപനിഷത്തുകളിലും പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ബീജം അച്ഛനും അമ്മയിലൂടെ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നു. തുടർന്നുള്ള 9.5 മാസം ഒരേ ബീജത്തിനുള്ള പൊട്ടിപ്പൊടുന്നതെല്ലാം 70ഓളം അവയവങ്ങളും പ്രധാനപ്പെട്ട അവയവങ്ങളും 200ഓളം ചെറിയ ചെറിയ അവയവങ്ങളും ഇതെല്ലാം കൂടി എന്നിൽ പൊട്ടിപ്പൊടുന്നു. ഭംഗിയായ അവയവങ്ങൾ, തമ്മിൽ മത്സരിക്കാത്ത അവയവങ്ങൾ. നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഗിയറും ക്ലച്ചും ബ്രേക്കും സ്റ്റിയറിങ്ങും ഇല്ലേ എല്ലാം ചേർന്നില്ല, ഒന്നും മത്സരിക്കുന്നില്ലല്ലോ. അതുമാതിരി ഇപ്പോൾ കേൾക്കണു, കാണുന്നു, ഇരിക്കുന്നു, ബാലൻസ് എല്ലാം ഭംഗിയായിട്ട് നോക്കുന്ന ഈ അവയവങ്ങളിൽ തന്നു നോക്കും. അത് കഴിഞ്ഞ് അമ്മയുടെ വയറ്റിൽ നിന്ന് ഞാൻ 9.5 മാസം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നോ? അമ്മമാർക്കറിയാമല്ലോ, എന്തെങ്കിലും കൊണ്ടുവന്നോ? ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ വന്നതും തന്നെ എനിക്ക് എന്ത് വേണം? ആദ്യമായിട്ട് എന്ത് വേണം? കേൾക്കുന്നില്ല, പക്ഷെ എല്ലാവരും പറയണം. എന്ത് വേണം? ആരെങ്കിലും പറഞ്ഞു. പാല് വേണം. പിന്നെ വായു വേണം. വായുവിലേക്ക് പോയില്ലേ? ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, നിൽക്കാൻ ഭൂമി വേണം, സഞ്ചരിക്കാൻ സ്പേസ് വേണം, ജീവൻ നിലനിർത്തുന്ന ചൂട് വേണം, വേണ്ടേ? സൂര്യൻ വേണം, മഴ വേണം, വൃക്ഷങ്ങൾ, ലോഹങ്ങൾ, ധാതുക്കൾ വേണം, പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അര സെക്കൻഡ്. അപ്പോൾ നമുക്ക് ജീവൻ തന്നത് മാത്രമല്ല, നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇതെല്ലാം അവിടെ ഒരുക്കി വെച്ചിരിക്കണു. അതേ ശക്തി പ്രകൃതി അമ്മയിലൂടെ. ഇതെല്ലാവരും ഇത് ചിന്തിക്കണം. അതിനുശേഷം നമ്മൾ വളരാൻ തുടങ്ങിയപ്പോൾ ഓരോരോ സാധനമായിട്ട് നമ്മൾ ചോദിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് വന്നോട്ടെ. അവരിവിടെ വരട്ടെ. അല്ല, ഇവിടെ ഇരിക്കാം. ചെയറുണ്ട്, ചെയർ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്ന ശേഷം
നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി. അന്ന് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ ഇപ്പം ഇന്ന് ലിസ്റ്റ് ഉണ്ടാക്കാമല്ലോ ഇല്ലേ? ഇന്ന് രാവിലെ എണീച്ചാൽ നമ്മൾ കാണുന്നത് കിടക്ക, ആദ്യം കട്ടിൽ ഇല്ലേ? കട്ടിൽ കണ്ടു, കിടക്ക കണ്ടു, വിരി കണ്ടു, തലയണ കണ്ടു, പെട്ടെന്ന് റൂം കാണുന്നു, സ്വിച്ച് ബോക്സ് കാണുന്നു, ലൈറ്റും ഫാനും കാണുന്നു, ബ്രഷും പേസ്റ്റും സോപ്പും വാഷ് ബേസിനും കമോഡും കാണുന്നു. ഏതെങ്കിലും നമ്മൾ ഉണ്ടാക്കിയാണോ? ഏതെങ്കിലും ഒന്നും നമ്മൾ ഉണ്ടാക്കിയാണോ? കെട്ടിടം നമ്മൾ ഉണ്ടാക്കിയതാണോ ആദ്യമായിട്ട്? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയതാണോ? ആരാ ഉണ്ടാക്കിയതെന്ന് അറിയോ? അതിനുശേഷം നമ്മൾ തീർപ്പൺ കുടിച്ചു, ഭക്ഷണത്തിനിരിക്കണു. ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും പത്തിരിയും ചപ്പാത്തിയും പൂരിയും നമ്മൾ ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയതെന്ന് അറിയുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിച്ച് സംസാരിക്കാൻ തുടങ്ങണം, ഭാഷ നമ്മൾ ഉണ്ടാക്കിയതാണോ? ആണോ? അതിന് സംശയമുണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതാണോ ഓരോരുത്തരും എന്ത് അന്വേഷിക്കണം. കാരണം ഇതാണ് ഏറ്റവും മുഖ്യമായൊരു കാര്യം. കണ്ടുപിടിച്ചവരാരും തന്നെ ഇന്നവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. വായു പറഞ്ഞിട്ടില്ല ഇന്നവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. വെള്ളം പറഞ്ഞിട്ടില്ല, ഭൂമി പറഞ്ഞിട്ടില്ല, സ്പേസ് പറഞ്ഞിട്ടില്ല, സൂര്യൻ പറയുന്നില്ല, പച്ചക്കറികൾ പറയുന്നില്ല. കണ്ടുപിടിച്ചവരാരും തന്നെ, കണ്ണട കണ്ടുപിടിച്ചവർ പറഞ്ഞില്ല. ആരാ കണ്ടുപിടിച്ചതെന്ന് അറിയില്ലല്ലോ. കെട്ടിടം കണ്ടുപിടിച്ചവരും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചവരും ഫാനും ലൈറ്റും കണ്ടുപിടിച്ചവരും നമ്മളറിയില്ല. നമ്മളിതെല്ലാം അനുഭവിക്കുന്നു. ഭാഷ കണ്ടുപിടിച്ചത് അവിടെ നിന്നാണ് വിദ്യാഭ്യാസം വരുന്നത്. ആദ്യമായിട്ട് സ്കൂൾ എന്നും ഇന്നത്തെ സ്ഥിതിയെന്നും ഒരാൾക്ക് ആദ്യം തോന്നണ്ടേ? അയാൾ ആരാ നമ്മളറിയോ? കരിക്കുലം എന്താണെന്നോ, സിലബസ് എന്താണെന്നോ, ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നോ, ടെക്സ്റ്റ് എന്താണെന്നോ, എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ഒന്നും അറിയാത്ത കാലത്ത് അവരുടെ ആരാ നടപ്പാക്കിയത് നമ്മളറിയോ? അവരാരും പറഞ്ഞു നടന്നിട്ടില്ലല്ലോ. അവരാരും ഇന്നവരെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാവരും എല്ലാവർക്കും വേണ്ടി തന്നെയല്ലേ ചെയ്തത്? ഇല്ലേ? ഇരുന്നാലോചിക്കും. ഇപ്പോൾ വരുമ്പോൾ ബസ്സിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാഹനത്തിൽ വന്നിട്ടുണ്ടാവും അല്ലേ? വാഹനമേ ലോകത്തില്ലാത്തപ്പോൾ ഒരാൾ മനസ്സിലാക്കി തോന്നിയില്ലേ? ഓട്ടോ മൊബൈൽ ഇല്ലേ? ആരാന്നറിയോ? റോഡേ ഇല്ലാത്ത സമയത്ത് ചെരുപ്പ് ഉപയോഗിച്ച് വരുന്നു എല്ലാവരും. ചെരുപ്പേ ലോകത്തില്ലാത്തപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ നമ്മളെ ജീവിതത്തിൻ്റെ സൗകര്യപ്രദമാക്കുന്ന ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയതാണോ? അറിയില്ലല്ലോ. ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നു. പ്രകൃതിയമ്മയുടെ രൂപത്തിൽ അനുഭവിക്കുന്നതെല്ലാം ആദ്യം ലിസ്റ്റാക്കി സമൂഹത്തിൽ എവിടെ നിന്നാണ് കിട്ടിയത്? ഇതേ ശക്തി, നമ്മളെ പറഞ്ഞയച്ച അതേ ശക്തി തൻ്റെ തിരഞ്ഞെടുത്ത ഉപകരണങ്ങളിലൂടെ കണ്ടുപിടുത്തങ്ങളും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡിസ്കവറി, ഇൻവെൻഷൻ, ഇന്നോവേഷൻ എന്ന് പറയില്ലേ? അതേമായി ഇത് തന്നുകൊണ്ടേയിരിക്കണം, ഇപ്പോഴും തന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്താ ചെയ്യണം? എല്ലാം അനുഭവിക്കുന്നു. ഗുരുനാഥൻ പറയാണ്, ആ എവിടുന്ന് പുറപ്പെട്ട ഉറവിടം, ആ ഏതൊരു ശക്തിയാണോ ആ നിമിഷം മുതൽ, ബീജം മുതൽ ഇന്ന് വരെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ആ വിധാതാവ്, ഗ്രേറ്റ് പ്രൊവൈഡർ, അവർക്കൊരു പേര് കൊടുക്കും. എന്തുകൊണ്ടാണ് പേര് കൊടുക്കണമെന്നറിയോ? ഞാനിപ്പോൾ എന്തിനോടെങ്കിലും സാഹചര്യങ്ങളോടോ വ്യക്തികളോടോ പെരുമാറുമ്പോൾ ഞാൻ എവിടുന്ന് ആരംഭിക്കണത്? എന്നിൽ നിന്നല്ലേ? അല്ലേ? ഒരിക്കലും ഞാൻ ഇതൊന്നും ഓർക്കാറില്ലല്ലോ. ഞാനും എൻ്റെതെന്നല്ലേ ഞാൻ എപ്പോഴും ആലോചിക്കുക. ആ ഞാനും എൻ്റെതും ഓർക്കാൻ കാരണം എനിക്ക് എൻ്റെ ജീവൻ തന്നതും ജീവൻ്റെ ബീജം മുതൽ ഈ സമയം വരെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതുമായ ശക്തിയെപ്പറ്റി ഞാൻ അറിയില്ലല്ലോ. അതിനൊരു പേര് കൊടുക്കുക, ഇഷ്ടമുള്ള പേര്. ഇവിടെ അതിന് പേര് രാം. അയോധ്യയിലെ ശ്രീരാമചന്ദ്രമൂർത്തി മാത്രമല്ല, അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ ഇവിടെ അതല്ല, ആത്മാരാമനാണ്. അപ്പോൾ ഈ നാമം എന്തിനാ ചൊല്ലണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ബന്ധപ്പെടുത്താൻ.
നമ്മളുടെ